നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അങ്ങനെ പഞ്ചാബ് വേഴ്സസ് ഹൈദരാബാദ് മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. SRH കൺവിൻസിംഗ്ലി പഞ്ചാബിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അരുൺ ബ്രോ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അതിനേക്കൊക്കെ നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ക്യാച്ചസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാച്ചിൽ, ഒരു ടൂർണമെൻറ്റ് വിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മാച്ച് വിൻ ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ മാച്ച് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും. പഞ്ചാബ് എന്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് ലാക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ക്യാച്ചസ് ആണ്. ഇന്ന് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി പഞ്ചാബിൻ്റെ സൈഡിൽ നിന്ന് ഇത്രയും റിക്കി പോണ്ടിങ് കോച്ചായിട്ടുള്ള അല്ലെങ്കിൽ ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ടുള്ള പഞ്ചാബിൽ നിന്ന് ശരിക്കും അവരത് ഫിക്സ് ചെയ്യും കഴിഞ്ഞ മാച്ചുകളിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോഴെന്ന് എനിക്ക് തോന്നി. ഇന്ന് അവരുടെ ഫീൽഡിംഗ് കണ്ടിട്ട് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ബ്രില്യൻ്റ് ആയിരുന്നു നമ്മുടെ SRHൻ്റെ പെർഫോമൻസ്. ബാറ്റിംഗ് ആയാലും ശരി, ക്യാപ്റ്റൻസി ആയാലും ശരി, ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് എങ്ങനെ ഒരു ക്യാപ്റ്റൻ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ലൈവായിട്ട് ഇന്ന് പാറ്റ് കമൻസിന് കാണിച്ചു തന്നു. സോ അടിപൊളി ഒരു മാച്ചായിരുന്നു. എന്താണ് അരുൺ ബ്രോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം വന്നിട്ടില്ല അതുപോലെ? അതെ, മാച്ചപ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞ ഉടനെ നടന്നു. ഇതിൽ ഏറ്റവും പ്രധാനം 21 ദിവസത്തിൻ്റെ പ്യുവർ ഡോമിനൻസ് ആയിരുന്നു പഞ്ചാബ് കിങ്സിൻ്റെ ടേബിൾ ഫസ്റ്റായിട്ട് തുടങ്ങിയത്. അത് ഇന്ന് SRH തീർത്തു. കണ്ടിന്യൂസ്ലി ഒമ്പതാമത്തെ തവണ SRHിലേക്ക് പഞ്ചാബിനെ വിളിച്ചു വരുത്തി തോപ്പിച്ചു വിട്ടു. കണ്ടിന്യൂസ്ലി 11 തവണ 220 സ്കോറിൽ മണ്ടയ്ക്കോട്ട് സ്കോർ ചെയ്തു. അതെല്ലാം ഡിഫെൻഡ് ചെയ്ത് ജയിക്കുകയും ചെയ്തു SRH. അങ്ങനെ 3 രസകരമായ ഒരു സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്ന ഒരു കളിയാണിത്. പ്യുവർ ഡോമിനൻസ്, SRHൻ്റെ പ്യുവർ ഡോമിനൻസ്, തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു മൊമെൻ്റ് പോലും അവർ പുറകിലോട്ടല്ല, മറ്റൊരു ടീമിന് ഒരു ചാൻസ് പോലും കൊടുക്കാതെ പ്യുവർ ഡോമിനൻ്റ് ആയിട്ടാണ് SRH ഈ കളി കൺവിൻസിംഗ്ലി ജയിച്ചത്. അതെ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞ പോലെ ക്യാച്ചസ്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നലെ ഞാൻ ചാഹൽ ക്ലാസ്സിനെ എടുക്കുമെന്ന് നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു. ചാഹൽ ക്ലാസ്സിനെ എടുക്കാനുള്ള വഴി ഞാൻ വിചാരിച്ചത് ഇതേ പൊങ്ങി ഇപ്പം പിടിക്കുമെന്ന് വിചാരിച്ച് തീർന്നേ ഇപ്പം എടുത്തെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ ആ ക്യാച്ച് പോകുന്നത്. അതുപോലെ തന്നെ എത്ര കിഷൻ്റെ 2 ക്യാച്ച്, കിഷൻ്റെ ഒരു സ്റ്റംപിങ്, ആ ഒരു ഫേസിൽ പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫേസിൽ ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിന് കളി തിരിച്ചു പിടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാച്ചസ് എന്തുകൊണ്ടാണ് ഈ പഞ്ചാബ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ശശാങ്ക്, പ്രത്യേകിച്ച് ശശാങ്കിനെ കണ്ടിട്ട് കോമഡി ആയിരുന്നു കേട്ടോ. എല്ലാം കൂടെ 19 ക്യാച്ചസ്. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്ത ടീം, 19 അല്ല 16 ക്യാച്ചസ്. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ടീം എന്നുള്ള പദവി പഞ്ചാബിനാണ്. 16 ക്യാച്ച് 10 കളി എന്ന് പറയുമ്പോൾ ശരാശരി 1.6, ഓൾമോസ്റ്റ് 2 ക്യാച്ചസ് വീതം ഓരോ കളിയും അവർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും മോശപ്പെട്ട സ്റ്റാറ്റാണ്. ഒരു വളരെ സങ്കടമായിട്ടുള്ള കാര്യം തോന്നിയത്, റിക്കി പോണ്ടിങ്ങുമായിട്ട് ചാനലുകാർ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ 3 ചാൻസസ് കൊണ്ട് കളയുന്നത്, 2 ക്യാച്ചും 1 സ്റ്റംപിങ്ങും. ബ്രോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇന്ന് ചഹൽ ക്ലാസ്സിനെ എടുക്കും എന്ന് പറഞ്ഞ്. അത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ആ ചാൻസസ് എല്ലാം ക്രിയേറ്റ് ആയി, പക്ഷേ അറ്റ് ദ എൻഡ് അത് ഗ്രാബ് ചെയ്യുക എന്നുള്ളത് ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. നടന്നില്ല. അതേ കൂട്ട് തന്നെ നമ്മൾ ഇഷാൻ കിഷൻ്റെ ആ ഷോൾഡർ ലെങ്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ പണ്ടും സംസാരിച്ചതാണ്. സെയിം ലെങ്ത്, സെയിം ബോൾ, സെയിം രീതിയിൽ പോയി ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. അപ്പം ടോട്ടലി എങ്ങനെ, അതായത് 9 നിൽക്കെ ഇഷാൻ കിഷൻ 9 നിൽക്കെ ഒരു ചാൻസ് ലൈഫ് കിട്ടി, ഇഷാൻ കിഷൻ 18 നിൽക്കെ ഒരു ലൈഫ് കിട്ടി, ഇഷാൻ കിഷൻ 19 നിൽക്കെ ഒരു ലൈഫ് കിട്ടി, 3 ലൈഫ് കിട്ടി. എന്നിട്ടാണ് ഇഷാൻ കിഷൻ 55 അടിച്ചത്. അതേകൂട്ട് ഹെൻറി ക്ലാസൻ 9 നിൽക്കെയാണ് ക്ലാസൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്. 9 പന്തിൽ 9 റണ്ണുമായി നിൽക്കുമ്പം ക്ലാസൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. ക്ലാസൻ തിരിച്ച് 69 റൺ അടിച്ചു. ആ 2 ഡിഫറൻസ് എന്ന് പറയുന്നത് 40ഉം 60ഉം 100 റണ്ണാണ് ആ ഡിഫറൻസ് ഉണ്ടാക്കിയത്. അതാണ് ടോട്ടലി ഇന്ന് പഞ്ചാബിനെ ഇല്ലാതാക്കിയത്. തീർച്ചയായിട്ടും. അതിലേക്ക് വരുന്നതിന് മുമ്പ് അഭിഷേക് ശർമ്മ ഹെഡ് അവരെന്താണ് എക്സ്പ്ലോസീവായിട്ട് അവരുടെ ആ ഒരു ഓപ്പണിങ്, നമ്മൾ ആ ഒരു സീസൺ മുമ്പ്, അതായത് 2023 അവരുടെ ഡോമിനൻസ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രം പോലെ ഇപ്പോൾ വീണ്ടും ആ ഒരു സെയിം ഇത് വന്നിരിക്കുകയാണ്. അഭിഷേക് ശർമ്മ 35 റൺസ് 13 ബോളിൽ, ഹെഡ് 38 റൺസ് 19 ബോളിൽ, രണ്ടുപേരും 200+ സ്ട്രൈക്ക് റേറ്റ്. സോ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് കളിക്കുമ്പോഴത്തേക്ക് ഈ പവർ പ്ലേ അവരുടെ കയ്യിലാവും എല്ലാ മാച്ചിൽ നിന്നുള്ളതാണ്. ഇന്നും അത് തന്നെ പ്യുവർ ഡോമിനൻസ്. 3.2 ഓവേഴ്സിലായപ്പോഴത്തേക്കും അവർ 50 എടുത്തു. അതായത് അവരുടെ 4th ബെസ്റ്റോ 3rd ബെസ്റ്റോ മറ്റോ ആണ്. 3.2-ലെത്തിയപ്പോൾ ഒരു ടീം 50 എത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ 200 അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവരെ 1/3 അല്ലെ 1/4 അവിടെ കഴിഞ്ഞു. പിന്നെ ബാക്കി നോക്കിയാൽ മതി. അത്രമാത്രം ഒരു ഹൈ ഇൻറ്റൻറ്റ് സ്റ്റാർട്ടാണ് രണ്ടുപേരും കൊടുക്കുന്നത്. രണ്ടുപേരുടെയും ഒരു വീക്ക്നെസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പഞ്ചാബിൻ്റെ ബോളേഴ്സിനെ കൊണ്ട് ആയതേയില്ല. ഇപ്പം അവരുടെ ബ്രില്യൻസിലുപരി പഞ്ചാബിൻ്റെ ബോളേഴ്സിൻ്റെ പ്യുവർ പെർഫോമൻസ് ഇതിനകത്തിൽ എടുത്ത് പറയേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ
പഞ്ചാബിൻ്റെ ബോളിങ്ങിന് വീക്ക്നെസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അവരുടെ സ്ട്രൈക്ക് ബോളർ എന്ന് പറയുന്നത് ആ, സൗത്ത് ആഫ്രിക്കൻ ജെയിമിസൺ, വാട്ട് വാസ് ഹിസ് നെയിം, യാൻസൺ. യാൻസൺ 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 എന്ന് പറഞ്ഞ ബോളർ ഈ ടൂർണമെൻറ്റിൽ 2026 ഒറ്റ വിക്കറ്റാണ് പവർ പ്ലേയിൽ എടുത്തിരിക്കുന്നത്. പുള്ളി ഇന്നും 4 ഓവറിൽ 60 റണ്ണ് കൺസീഡ് ചെയ്തു. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് ലോക്കി ഫെർഗൂസൺ കളിക്കണം എന്ന് പറയുന്നത്, ആ ഹിറ്റ് ദ ഡെക്ക് ബോൾ എറിയാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു ബോളിംഗ് വെറൈറ്റി അവരുടെ ടീമിലില്ല. അതൊരു വലിയ അഡീഷനാണ് ലോക്കി ഫെർഗൂസനെ കൊണ്ട്. അതാണ് ഇന്ന് പ്യൂർലി എവിഡൻ്റ് ആയിട്ട് ഇന്ന് കണ്ടത്. ലോക്കി ഫെർഗൂസൻ്റെ റൺസ് നോക്കുമ്പോൾ മേ ബി 10 എന്നുള്ള രീതിയിൽ കാണിക്കാം, അല്ലെ 10 പോയിന്റ് സംതിങ് എന്നുള്ള രീതിയിൽ കാണിക്കാം. പക്ഷേ ഈ കളിയുടെ ഇന്നത്തെ രീതി വെച്ച് നോക്കുവാണെങ്കിൽ അർഷദീപ് സിംഗും അതേകൂട്ട് തന്നെ ലോക്കി ഫെർഗൂസണും ബ്രെൻലിനെ ബോൾ ചെയ്തു. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡിനെ ഇനിയും പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് അധികം എളുപ്പമുള്ള കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും. അഭിഷേക് ശർമ്മ എടുത്തത് ലോക്കി ഫെർഗൂസനാണ്. ചാഹലിന്റെ നമ്മൾ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് പറയുമ്പോഴും ട്രാവിസ് ഹെഡിനെ എടുത്തത് ചാഹലാണ്. അവിടെ ബ്രേക്ക് ത്രൂ ചാഹൽ തീർച്ചയായിട്ടും ചാഹലിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്തിരുന്നു. 8 റൺസാണ് പെർ എക്കോണമിയിലാണ് ഇന്ന് ബോൾ ചെയ്തത്. ഒരു വിക്കറ്റ് എടുത്തു. ആ ഒരു സ്പെല്ല് 4 ഓവർ ചാഹൽ ഭംഗിയായിട്ട് തന്നെ ചാഹൽ അതെ, ചെയ്തു. മിനിമം 3 വിക്കറ്റെങ്കിലും മാർക്കോ യാൻസൺ, കിട്ടാണ്ടായിരുന്നു ഇന്ന് ചാഹലിന്. അതെ അതെ, മാർക്കോ യാൻസൺ എക്സ്പെൻസീവ് ആയി. അതുപോലെ തന്നെ നമ്മുടെ വൈശാഖ് വിജയകുമാർ എക്സ്പെൻസീവ് ആയി. സോ ഇതൊക്കെയാണ് പഞ്ചാബിന്റെ ബോളിങ്ങിന്റെ ഒരു പ്രശ്നം. നമ്മൾ പറഞ്ഞു തന്നെ പഞ്ചാബിന്റെ ബോളിംഗ് വീണ്ടും സ്ട്രഗിൾ ചെയ്യുകയാണ്. ഈ ക്ലാസിനും ഇപ്പോൾ ഹെഡിനും അല്ലെ ഇഷാൻ കിഷനും ഒക്കെ ഒരു ലൈഫ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ ക്രൈമില്ല. കഴിഞ്ഞൊരു ദിവസം ക്ലാസിൻ്റെ ഒരു ബ്ലൈൻഡർ നമ്മൾ കണ്ട, റസൽ ഒരു ക്യാച്ച് എടുത്തിട്ടാണ് ക്ലാസിനെ ഔട്ടാക്കിയത്. അങ്ങനെയാണ് അതെ അതെ ക്ലാസിൻ്റെ വിക്കറ്റ് വാല്യൂ ചെയ്യേണ്ടത്. അതേ സ്ഥാനത്ത് കൈ കിട്ടുന്നൊക്കെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിനൊക്കെ ചുമ്മാ അങ്ങ് റണ്ണേ ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. പുള്ളി ഉണ്ടെങ്കിലും ഒരു സൈഡ് തീർത്തിട്ടേ പുള്ളി പോകത്തുള്ളൂ. അതേപോലെ തന്നെ എടുത്തു ലാസ്റ്റ് ഓവർ പറയേണ്ടതാണ്, പോലും അതിന്റെ ഇമ്പാക്ട് ഉണ്ടായി. അതെ അതെ അതെ, അതേപോലെ എടുത്തു പറയേണ്ടതാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറഞ്ഞൊരു പ്ലെയറിൻ്റെ ഇമ്പാക്റ്റ്. അതെ 13 പന്തേ നിന്നുള്ളൂ, 29 റൺ അടിച്ചിട്ട് പോയി പുള്ളി. അത് ആ അതെ ഒരു എന്തുകൊണ്ട് ഈ ഒരു പ്ലെയർ അവർക്ക് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കഴിഞ്ഞ പ്രിവ്യൂലും പറഞ്ഞാണ്. പുള്ളി ഒരു ചെയിനാണ്. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കളി അതെ പോലും ഇത്ര കൊളാപ്സ് ആവത്തില്ലായിരുന്നു. അപ്പോൾ ആ അതെ ഒരു പ്ലെയറിൻ്റെ ഇമ്പാക്റ്റും ഇതിനകത്ത് വളരെ എടുത്തു പറയേണ്ടതായിരുന്നു. അത് അവരുടെ ഏറ്റവും വലിയ രസകരമായ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാകെ 27 ഡോട്ട് ബോളേ കളിച്ചിട്ടുള്ളൂ ഈ ത്രൂ ഔട്ട് ദ ഇന്നിങ്സിൽ. പക്ഷെ അതിൽ കൂടുതൽ ബൗണ്ടറി അടിച്ചിട്ടുണ്ട്, 29 ബൗണ്ടറി അടിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദി റെയറസ്റ്റ് കേസസിൽ ഇങ്ങനെ ഉണ്ടാകത്തുള്ളൂ. ഡോട്ട് ബോൾസിന് എണ്ണം കുറയും, ബൗണ്ടറീസിന് എണ്ണം അതിൽ കൂടുതലും ഉണ്ടാവുക എന്ന് പറയുന്നത് വല്ലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതും നമ്മൾ ഇന്ന് കണ്ടു. അത്രമാത്രം ഡോമിനൻ്റ് ആയിട്ടുള്ള സിക്സ് ഹിറ്റിംഗ് അവരുടെ റേഞ്ചാണ്. 17 സിക്സ് അവർ ഈ ഒരു ഇന്നിങ്സിൽ നിന്ന് അടിച്ചെടുത്തത്, 17 അതെ സിക്സ്. അപ്പം അത് പ്യൂർ ഡോമിനൻസ് ആണ്, ഒന്നും 200 പറയാനില്ല. 235 എന്ന് പറഞ്ഞൊരു ഒരു ഹ്യൂമങ്കസ് ടോട്ടൽ മുമ്പിലേക്ക് വെച്ചു. തിരിച്ചങ്ങോട്ട് ബോൾ ചെയ്യാൻ വന്നിട്ടാണ് പാറ്റ് കമൻസിന്റെ ബ്രില്യൻസ് നമ്മൾ കണ്ടത്. ബ്രോ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ അതായത് ബ്രിയൻ ഷാരിയുടെ വീക്ക്നെസ് കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്തു പുള്ളി ഇന്ന് ഫസ്റ്റ് ഓവറിൽ തന്നെ. എക്സ്പ്ലോർ ചെയ്തതെന്ന് മാത്രമല്ല, ആ ഒരു എന്താ പറയുക, ഒരു ഫീൽഡ് ഇട്ടത് വളരെ രസകരമായിരുന്നു. അതായത് ഒരു ഫുള്ളർ ബ്ലഫ് ലെങ്ത് ചെയ്തത്. എറിയുന്ന ഒരു ഫീൽഡ് ഇട്ടിട്ട്, അതെ, ഫീൽഡ് ഇട്ടിട്ട് ലോങ് ഓണിൽ ഒരു ഫീൽഡ് വലിച്ചിട്ടിട്ട് ആ ഒരു ഷോർട്ട് ബോൾ ഇറങ്ങുന്നത് വെൽ ഡയറക്റ്റഡ് ഷോർട്ട് ബോൾ. പാറ്റ് കമൻസ് ഈസ് ബാക്ക്. അത് പുള്ളി എത്ര പരിക്ക് വന്നാലും ഏതൊക്കെ രീതിയിലായാലും പുള്ളി പാറ്റ് കമൻസ് ഈസ് പാറ്റ് കമൻസ്, ഒരു രക്ഷയില്ല. അതേ ഒരു കൂട്ട് തന്നെ വിക്കറ്റിന് എടുത്തു വേണ്ടി നമുക്ക് പറയേണ്ടതാണ് പ്രിയൻ ആ ഷെഡ്ജിന്റെ. ക്യാച്ചും. അതേ കൂട്ട് എടുത്തു പറയേണ്ടതാണ് അന്ന് അതെ അതെ ഇഷാൻ മലിംഗയുടെ ക്യാച്ചും. അതാണ് രണ്ട് ടീമിലും ഉണ്ടായിരുന്ന ഡിഫറൻസ്. ഇവർ ഒരു ക്യാച്ച് പോലും ഡ്രോപ്പ് ചെയ്തില്ല. എന്തോ ഒരു ക്യാച്ച് അങ്ങനെ ഡ്രോപ്പ് ചെയ്തത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവർ വെൽ ഫീൽഡഡ് ഗ്രൗണ്ട് ആയിരുന്നു SRHന്റെ ടോട്ടൽ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അതെ. അതേപോലെ തന്നെ നമ്മൾ അഭിഷേക് പറഞ്ഞാണ് ശർമ്മ ഒരു അടിപൊളി ക്യാച്ച് എടുത്തു. അതെ അതെ, അതേപോലെ നമ്മൾ പറഞ്ഞാണ് പ്രിയൻചാരി എങ്ങനെയായിരിക്കും സെറ്റ് ചെയ്യുക, ടോപ്പ് എഡ്ജ് ചെയ്യും, ബോൾ ഇൻ ദ എയർ പോവും, ഒരു മിഡ് ഓൺ അല്ലെങ്കിൽ മിഡ് വിക്കറ്റ് എന്നുള്ള ഡീപ്പിൽ ഉള്ള രീതിയിലായിരിക്കും പിടിക്കുക. അതും അതേപടി തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തതെന്ന് കാണുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു ലോവർ ഓർഡർ വരുമ്പോഴത്തേക്കിന് ഷോർട്ട് ബോൾ വീക്ക്നെസ് അത് പ്യൂർലി ഇന്ന് അതെ, എക്സ്പ്ലോയിറ്റ് ചെയ്തു. നമ്മുടെ ബാറ്റ്സ്മാൻമാരെല്ലാം ഷോർട്ട് ബോളിലാണ് തീർച്ചയായിട്ടും. ലോവർ ഓർഡർ വന്നപ്പോഴത്തേക്കിന് ഔട്ടായി പോയിരിക്കുന്നത്. അതെ, പ്രഭ് സിമ്രാൻ ആൻഡ് ശ്രേയസ് അയ്യർ ഈ 2 ബാറ്റ്സ്മാൻമാർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഷോർട്ട് ബോളിലാണ് വരുന്നത്. ഉം. അതെ, കൂപ്പർ ലോവർ കോൺലി മിഡിൽ ഷോർട്ട് ഓർഡർ ബോൾ വരെ. എടുക്കാൻ പറ്റത്തില്ല, മാർക്കസ് സ്റ്റോൺസിനെ ഷോർട്ട് ബോൾ എടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ അങ്ങനെ കളിച്ച് വളർന്നു വന്നവരാണ്. മാർക്കസ് സ്റ്റോൺസിന് കളിച്ചവരാണ്. എടുത്ത ഷോർട്ട് ബോൾ എറിഞ്ഞ് കഴിഞ്ഞാൽ ബൗണ്ടറി, അതിൽ സംശയമില്ല. കാരണം ഓസ്ട്രേലിയൻ പിച്ചസിൽ കിടന്ന് കളിച്ചു വരുന്നതാണ്. അതിനകത്തിൽ എടുത്ത് പറയേണ്ട കൂപ്പർ കോൺലി ഒരു സെഞ്ചുറി അടിച്ചെങ്കിലും ആർക്കോ വേണ്ടിയുള്ള ഒരു സെഞ്ചുറി ആയിപ്പോയി. ലൈക്ക് ഈവൻ ലൈക്ക് നോട്ട് ടേക്കിംഗ് എനി ക്രെഡിറ്റ്സ് ഫ്രം ഹിം, പുള്ളി സെഞ്ചുറി അടിച്ചേക്കുന്നത് തന്നെ 59 പന്തിൽ നിന്ന്. സേൻ എക്സാമ്പിൾ ലൈക്ക് 60 പന്തെന്ന് വെച്ചാൽ 10 ഓവറല്ല, 10 ഓവറിൽ പുള്ളി സെഞ്ചുറി അടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെയും 10 ഓവറിൽ 130 റണ്ണ് വേണം. ഇച്ചറുടെ ഇന്ത്യൻ്റെ പക്ഷെ ആദ്യമേ പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ പക്ഷെ പുള്ളി 18ാമത്തെ ഓവർ വരെ 54 പന്തിൽ നിന്ന് 84 നിൽക്കുകയായിരുന്നു.
ആ അതെ അതെ പുള്ളിയെ അതിനകത്ത് വന്നപ്പോഴത്തേക്കിന് തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞു, അത് വേറെ കാര്യം. അല്ല പുള്ളി വന്ന് ഞാൻ അതിനകത്ത് കൂപ്പർ കോൺലിയെ ബ്ലെയിം ചെയ്യില്ല. കാരണം കൂപ്പർ കോൺലി വന്ന സമയത്ത് നമ്പർ 3 വന്നതിന് ശേഷം പിന്നെ ഒരു കൺസിസ്റ്റന്റ് റെഗുലർ ഇന്റർവെൽസിൽ ഇവർ വിക്കറ്റ് എടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു ഇന്നിങ്സ് അങ്ങോട്ട് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യും, അപ്പോഴൊരു വിക്കറ്റ് പോകും. സ്റ്റോയിനിസുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ്, സ്റ്റോയിനിസ് ഔട്ട് ആവുന്നു, ശ്രേയസ് അയ്യർ ഔട്ട് ആവുന്നു. അതിനുശേഷം വന്നിട്ട് അങ്ങനെ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു എന്താ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനോ ആ രീതിയിൽ എക്സ്പ്ലോസീവ് ആയിട്ട് കളിക്കാനോ പുള്ളിക്ക് ഒരു അവസരം കിട്ടില്ല. എങ്കിലും ഹി ട്രൈഡ്. അതെ ഒരു അതെ. യങ് പ്ലെയർ ആണ്. സോ പുള്ളിയുടെ ഒരു പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിട്ടാണ് എനിക്ക് പിന്നെ തോന്നിയത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിന് മറുവശവും ഉണ്ട്. പുള്ളി ഇന്ന് ആ സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് അവരെ നെറ്റ് റണ്ണായിട്ട് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. അതെ അതെ മനസ്സിലായി. അതെ. അപ്പം മറ്റൊരു സൈഡിൽ നിന്ന് വിക്കറ്റ് പോകുമ്പോൾ പോലും പുള്ളിക്കറിയാം അവിടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്. ആ നെറ്റ് റൺ റേറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഓക്കെ തോറ്റുവെങ്കിൽ ഒരു മാന്യമായ രീതിയിൽ തോക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കളിച്ചത്. അതെ പ്രിയഞ്ചേരിയുടെ അതെ ഷോർട്ട് ലാസ്റ്റ് അടിച്ച ബോളിനകത്തിൽ ഒരു ഞാൻ ഒരു സിക്സ് കാര്യം പോലും. കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പുള്ളി 41 ബോൾസ് ആണ് ഇതുവരെ അങ്ങനെ ഷോർട്ട് ബോൾ ആ ലെങ്തിൽ 45 സ്റ്റംപ്സിൽ ലെങ്ത് ബോൾ ഫേസ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 തവണയും പുള്ളി വിക്കറ്റ് ലൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ഒരു 12-13 ബോളിൽ ആ ലെങ്ത് വരുമ്പോഴത്തേക്കിന് പുള്ളി ഒരു തവണയെങ്കിലും ഔട്ട് ആവുന്നുണ്ട് എന്നുള്ളതും ഒരു വ്യത്യസ്തമായ സ്റ്റാറ്റാണ്. അതെ ബ്രോ. അതെ അതെ കമ്മിൻസിന്റെ ഷോർട്ട് ബോൾസ് യൂസ് ചെയ്ത രീതി, സുയൻ ഷെഡ്ജിനെ എടുത്ത ആ ഒരു വിക്കറ്റ്, ഒരു സ്ലോവർ ഒരു ബൗൺസർ പോലുള്ള ഒരു ബോൾ, അതിനുശേഷം ശശാങ്കിനെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ക്ലിയർ ആയിരുന്നു അവർ ഷോർട്ട് ബോൾ സ്ട്രാറ്റജി യൂസ് ചെയ്തു എന്നുള്ളത് ക്ലിയർ ആയിരുന്നു. അതിന് അവർ വിജയിക്കുകയും ചെയ്തു. സോ പ്രോപ്പർ ഇങ്ങനെ ഒരു, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇങ്ങനെ ഒരു എബോവ് ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, പ്ലാൻസ് ഒക്കെ ആയിട്ട് വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ്. അതിന് പ്ലാൻ SRH പണി ഈ പണി വിട്ടേൻ. ആഹാ, ശരി സെഞ്ചു വിട്ട് പഞ്ചാബിനെ അവരുടെ വീക്ക്നെസ് എല്ലാം എക്സ്പ്ലോർ ചെയ്തിരുന്നു ശരിക്കും പിന്നെ പറഞ്ഞാൽ, ബാറ്റിങ്ങിലായാലും ശരി ബോളിങ്ങിലായാലും ശരി. ഇതിനകത്തിൽ എടുത്തു പറയേണ്ടത് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറഞ്ഞൊരു ഓൾറൗണ്ടറിന്റെ ബോളിംഗ് ഡിഫറൻസ് ആണ്. വരുൺ അരുൺ എന്ന് പറഞ്ഞൊരു കോച്ച് പുള്ളിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചില്ലറയല്ല. അപ്പം അതേ കൂട്ട് തന്നെ ഈ ഷക്കീബ് ഹുസൈൻ ആണെങ്കിൽ തന്നെ ഫസ്റ്റ് ഓവറിൽ പുള്ളിയുടെ 24 ബോളെ 2 റണ്ണം കണ്ടേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്തുള്ള 2-3 പന്തിൽ നോ ബോൾ വൈഡ് എല്ലാം കൂടെ 22-23 റണ്ണ് കൺസീഡ് ചെയ്തു. അവിടുന്ന് പുള്ളി 4 ഓവറിൽ 40 എന്നുള്ള രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 3 ഓവറിൽ നിന്ന് റണ്ണേ ബോളേ കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ അപ്രിഷ്യേറ്റ് അതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വരുൺ അരുൺ പുള്ളിയുടെ ഈസ് ഒരു നോട്ട് എ ഒരു സ്മോൾ തിങ്. ഒരു സ്ലോവർ, ഒരു ഓഫ് കട്ടർ പോലെ ഒരു സ്ലോവർ ബോൾ ഉണ്ട്. അതൊക്കെ ഭയങ്കര വേരിയേഷൻ. കുപ്പർ കോണിലെ ഒരു ബോൾ ഫേസ് ചെയ്യാൻ നോക്കിയിട്ട് കിളി പോയി. ആ രീതിയിലുള്ളൊരു ഒരു കട്ടർ പുള്ളി എറിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രായത്തിൽ എത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ബോളർ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ആരാണ് ഇവരുടെ തന്നെ വേറെ ഏത് മീൻസ് ഒരു ബോളർ ഉണ്ടായിരുന്നു കമ്മിൻസ്, പ്രഫുൽ ഹിഞ്ച്. ഈശാൻ മല്ലിംഗ. ആ ഈശാൻ മല്ലിംഗ ഓൾസോ. ഈശാൻ മല്ലിംഗ ഇതുപോലെ തന്നെ പവർ പ്ലേയുടെ ലാസ്റ്റ് ഓവർ വന്നിട്ട് ആദ്യത്തെ 2 ബോൾ അടിയുണ്ട്. അതിനുശേഷം പിന്നീട് പുള്ളി നേരെ യോർക്കേഴ്സിലേക്ക് പോയി. പുള്ളിയുടെ ഗോ ടു ബോൾ എന്നുള്ള രീതിയിൽ ആ 4 ബോൾ നെയിൽ ചെയ്തിട്ട് അത് സേഫായിട്ട് ആ ഓവറിൽ നിന്ന് ഇറങ്ങിപ്പോയി ഷോർട്ട് പുള്ളി. ബോൾ ആക്കി അത് പുറത്തിറങ്ങി വന്നുള്ള അതെ പുള്ളിയും അതെ നല്ല 4 ഓവർ അതെ അതെ 36 റണ്ണിന് ഒരു വിക്കറ്റ്. ഇപ്പോഴും പുള്ളി ടോപ്പ് വിക്കറ്റ് ടേക്കിംഗ് കണ്ടൻഡറാണ്. ലൈക്ക് അതെ 4ാമത്തെ പ്ലേസ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ടൂർണമെൻ്റ് ആണ് ഇത്തവണ ഈശാൻ മലിംഗ കാഴ്ചവെക്കുന്നത്. ഓൾ ടുഗദർ എന്ന് പറയുന്നത് SRH പ്യുവർ ഡോമിനൻസ് ആയി. കുറച്ച് ദിവസമെങ്കിലും SRH ടോപ്പിൽ നിൽക്കും. SRH ഈ കളി ജയിച്ചതോടെ ഒരുപാട് ഫാൻസിന് സങ്കടമാണ്. കാരണം താഴെ കിടക്കുന്ന ഒരുപാട് ടീംസിന് ഇത് വലിയൊരു തട്ടികേടായിപ്പോയി. തട്ടുകടായിപ്പോയി. അതെ ഡോർസ് അല്ലെങ്കിൽ വൈഡ്ലി ഞാൻ ഓപ്പൺ ആയതിനും ഇത് പെട്ടെന്നൊന്ന് ഷട്ടായതുപോലെ എനിക്കും തോന്നുന്നുണ്ട് ടോട്ടലി. 2 സ്ഥാനത്തിന് വേണ്ടിയായി ഇനി മത്സരം. അതായത് ടോപ്പ് 2 ഏകദേശം ഈ പഞ്ചാബിന് ഇനിയൊരു മത്സരങ്ങളുണ്ട്. അതായത് ഇവരെ SRHന്റെ അത്ര മത്സരങ്ങൾ കളിച്ചിട്ടില്ല പഞ്ചാബ്. സോ അതുകൊണ്ട് തന്നെ പഞ്ചാബിന് ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ അല്ല, SRH പഞ്ചാബ് മാത്രമേ അതിനകത്തിൽ ജയിച്ചിരുന്നുണ്ടെങ്കിൽ 11 ടോപ്പ് കളി ജയിച്ചിട്ടുള്ളൂ. ബാംഗ്ലൂർ നാളെ ഒരു കളിയുണ്ട്, അപ്പോൾ 10 ആവും. ആ കളി കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ SRH ടോപ്പ് 2 എന്നുള്ള രീതിയിൽ അങ്ങ് സീലായി മാറത്തേ ഉള്ളൂ. പിന്നെ ഇനി 2 കളിയും കൂടെ മറ്റേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വലിയ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ പഞ്ചാബ് ഇപ്പോൾ ഇനിയുള്ള മാച്ചിൽ നിന്ന് ഒരു കളി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് ആ ഒരു ഇതിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും ഇവർ 3 പേരും ലെവലാവും. പഞ്ചാബ്, RCB ആൻഡ് SRH ലെവലാവും. അതെ അതെ. അതാണ്. അപ്പോൾ അപ്പോൾ അതാണ് ഇന്ന് എന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പഞ്ചാബ് ജയിക്കും എന്ന് വിചാരിച്ച ടോപ്പ് 1 അങ്ങ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3 പൊസിഷന് വേണ്ടി അടി കൂടുമ്പോൾ താഴെയുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ എന്നൊക്കെ കരുതി. പക്ഷേ അതിന് SRH പഠിക്കലെ അല്ലെങ്കിൽ കടക്കലെ നുള്ളി ആ ഒരു ആഗ്രഹം.
അതെ, അതിനോട് ഇപ്പം എനിക്കൊരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ഡേറ്റ കൊണ്ടും നടക്കാനുള്ള ചാൻസസ് ഹൈലൈറ്റ്ലി എന്തൊക്കെയാണെന്നുള്ള മാച്ചപ്സ് നോക്കിക്കൊണ്ടാണ്. അത് എല്ലാ കളികളും നടക്കണമെന്നില്ല. ഈ കളി ഒരുപാട് മാച്ചപ്സ് അങ്ങനെ നടന്നു, ചില കളികളിൽ അങ്ങനെ നടക്കത്തുമില്ല. അപ്പം നടക്കാത്ത കളി മാത്രം വന്ന് പൊങ്കാലയിടരുത്, നടക്കുന്നതോട് നിങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് മാത്രം എനിക്കൊന്ന് സൂചിപ്പിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ മാച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എനിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വേറെ ഏതെങ്കിലും പെർഫോമൻസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ? ബോളിങ്ങിൽ ചാഹലിന്റെ ആയാലും ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള പെർഫോമൻസ്, രണ്ട് ബോളേഴ്സ് അവർ യൂസ് ചെയ്യുന്നത്, നമ്മുടെ പാറ്റ് കമ്മിൻസ് ഇവിടെ SRH വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ടുള്ളത് അവരുടെ രണ്ട് സ്പിന്നേഴ്സാണ്. അത് പ്രശ്നമൊന്നും അല്ല, രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ്, ഒരു ശിവൻ കുമാറും അതുപോലെ തന്നെ ഹർഷ് ദുബെയും. നമ്മളത് അശ്വിൻ പ്രിവ്യൂല് പറഞ്ഞില്ല, ഹർഷ് ദുബെയെ കളിപ്പിക്കുന്നു. ഹർഷ് ദുബെ വന്നു, കുറച്ച് എക്സ്പെൻസീവ് ആയി ഇന്ന്. എങ്കിൽ ഈ രണ്ട് സ്പിന്നേഴ്സ് അവർക്കൊരു തലവേദനയാവും. രണ്ട് സ്പിന്നേഴ്സും കമ്പാരിറ്റീവ്ലി അത് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. ട്രാക്കിനനുസരിച്ച് അവരത് ചേഞ്ച് ആക്കും. കാരണം ഇവർ രണ്ട് സ്പിന്നേഴ്സിനോട് ത്രൂ ഔട്ട് പോകത്തില്ല. ഇന്ന് ചഹലിൻ്റെ ബോൾ അവിടെ സ്ലോ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രിപ്പ് ചെയ്യുന്നുണ്ട്, ചഹലിന് ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇമ്പാക്ട് പ്ലെയർ അടുത്ത സ്പിന്നറുമായിട്ട് തന്നെ അവർ ഇറങ്ങിയത്. ഉം. അല്ല, അതിന് ശിവൻകുമാറിന് ഇന്ന് വിക്കറ്റും കിട്ടി, 2 വിക്കറ്റ് കിട്ടി. രണ്ട് ഈ വിക്കറ്റുണ്ട്. മാർക്കസ് സ്റ്റോയിനിസിന്റെ വിക്കറ്റ് ഇട്ടത് ശിവൻകുമാറാണ്. അതും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിക്കറ്റ്. കാരണം സ്റ്റോയിനിസ് കളിച്ചുകൊണ്ടിരുന്നവര് അപ്പൊ അടിച്ചോണ്ടിരുന്ന ഒരു പേസിൽ അടിച്ചിരുന്നെങ്കിൽ കളി ചിലപ്പോൾ മാറിയേനെ. പുള്ളിയെ നേരത്തെ ഇറക്കി തീരുമാനം. വിട്ടതും അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഉം. അതെ. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് മറ്റ് നാളത്തെ മാച്ചിൽ RCB വേഴ്സസ് LSG മാച്ചിന്റെ പ്രിവ്യൂ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാം. അതിനകത്ത് നമ്മൾ ഇതുപോലെ മാച്ചപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിവ്യൂവിൽ നമ്മൾ മാച്ചപ്സ് പറയുന്നതിന് ശേഷം റിവ്യൂവിൽ വന്നിട്ട് അത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതായിരിക്കും. ഞങ്ങൾ മാക്സിമം അരുൺബ്രോ ആയാലും ഞാനായാലും ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന ഡേറ്റ എടുത്തിട്ട് അത് പറയാനായിട്ട്. അത് ചിലപ്പോൾ നടക്കുമായിരിക്കും, കൂടുതൽ സമയം നടന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രിവ്യൂ കണ്ടിട്ട് റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രിക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് എൻഗേജ് ചെയ്യുക, കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഷെയറും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പുഷ് ഞങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും, പ്രത്യേകിച്ച് ഈ IPL സീസണിൽ. അപ്പോൾ അതാണ് പറയാനുള്ളത് ബ്രോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ നാളത്തെ മാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് ഉള്ള റിവ്യൂ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ഞാനും അരുൺ ബ്രോയും നമുക്ക് നാളെ കാണാം. ബൈ. ബൈ.